ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ വീഡിയോ ഇട്ടപ്പോൾ അടുത്തൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് ഉടനെ വരാണ്. ആക്ച്വലി കഴിഞ്ഞ വീഡിയോക്ക് കൂട്ടത്തിൽ ബെറ്റർ ആയിട്ടുള്ളൊരു റെസ്പോൺസ് ആണ് കിട്ടിയത്. അപ്പോൾ അതിന് ശേഷം എനിക്ക് കുറച്ച് പേര് 2-3-4 പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു എന്താ പറയുക വൈറൽ പാക്ക് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അയച്ചു തന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയുമോ ചോദിച്ചു. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ? അങ്ങനെ ഞാൻ ഇന്ന് അതാണ് പരീക്ഷിക്കാൻ പോണത്. അപ്പോൾ ഇത് പറയുന്നത് ഒറ്റ യൂസിൽ നല്ല ചേഞ്ച് വരും എന്നൊക്കെയാണ്. എനിക്കതിൽ അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതും എന്താ പറയുക ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് തുടങ്ങാം. കമോൺ. സോ ആദ്യം നമുക്ക് വേണ്ടത് ചോറാണ്. സാധാരണ ഇവിടെ മട്ടരി ചോറാണ് ഉണ്ടാവുക. ഈ ഒരു പ്രോസസ്സിന് വേണ്ടി ഞാൻ വേറെ അരി കൊണ്ട് ചോറ് ഉണ്ടാക്കിയതാണ്. ഞാൻ 2 സ്പൂൺ ചോറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് മുങ്ങുന്നത്ര പാല് ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്കിതിലേക്ക് ഒരു പാതി ഉരുളക്കിഴങ്ങ്, ഞാനൊരു കുഞ്ഞു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പാതി ഉരുളക്കിഴങ്ങിനെ ഇങ്ങനെ കട്ട് ചെയ്തിടാം. പിന്നെ ഒരു നാരങ്ങയുടെ പാതി. സെറ്റ്. നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ 4 സാധനമല്ലേ വേണ്ടുള്ളൂ? ചോറ്, പാല്, ഉരുളക്കിഴങ്ങ്, നാരങ്ങ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കോപ്പി അടിച്ചിട്ട് വരെ. ഞാൻ കോപ്പി അടിക്കേണ്ട ഗൈസ്. യെസ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിരുന്നു. ഇതിന് തൈരിട്ടാ പോലെ നാരങ്ങയും പാലുള്ള ഒഴിക്കണ പകരം. ശരിയാണല്ലോ, ആ വീഡിയോയിൽ അങ്ങനെയാണ്. നമ്മൾ കോപ്പിയിങ് ആണ് ഉദ്ദേശം. നമ്മൾ ഇന്നോവേഷൻ ഒന്നും നടക്കുന്നില്ല. സ്കിൻ കെയർ ആയതുകൊണ്ട് കുറച്ച് ഗാർലിക് കൂടെ നിങ്ങൾക്ക് മയോണൈസ് ഉണ്ടാക്കാം. ആക്ച്വലി കാണാൻ മയോണൈസ് പോലെ ഉണ്ട്. അതിന് നമ്മുടെ ഈ സാധനം റെഡി, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യാറായിട്ടില്ല. അതിനൊന്നും ഒരു കാര്യം കൂടി ഉണ്ട്. ഇനി നമ്മുടെ ഈ മിക്സ്ചർ ഈ മിക്സ്ചർ നമുക്കിങ്ങനെ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാൻ കത്തിക്കാം. ഒട്ടും അടുക്കളയിൽ കയറാൻ ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷെ സ്കിൻ കെയറിന് വേണ്ടി ഇപ്പൊ പല പ്രാവശ്യം വരെ ഞാൻ അടുക്കളയിൽ കയറുന്നുണ്ട്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാ. സോ നമ്മളുടെ ഉദ്ദേശം ഇതിനെ കുറുക്കി എടുക്കലാണ്, കരിയിക്കരുത്. ഓക്കെ, ഇതിപ്പോ നമ്മള് കുറച്ചൊന്ന് കുറുകിയിട്ട് ഇങ്ങനെ ഒരു പശ പോലെ ആയിട്ടുണ്ട്. ഞാൻ കണ്ട വീഡിയോയിൽ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു കേട്ടോ. കണ്ടോ? സോ നമ്മുടെ കുറുക്ക് സിരുത്തവളെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ മിക്കവാറും പൊള്ളിയിട്ട് പാണ്ട് പോലെ ആവാൻ സാധ്യതയുണ്ട് സ്കിന്ന്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നമുക്കൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം, അതൊന്ന് ചൂടാറട്ടെ. നമുക്കൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലൊക്കേഷൻ മാറ്റാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മൊത്തം കിച്ചണാണ്. യെസ്, അങ്ങനെ നമ്മുടെ പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയപ്പോൾ ഒരു പശ പോലെ ആയിട്ടോ. അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യാം. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. സെറ്റ്. ഇനി ഓക്കെ, ചെറിയ ചൂടുണ്ട് കേട്ടോ. ഞാൻ മുഖം കഴുകിയിട്ടുണ്ട്. വെറുതെ ഒന്ന് മുഖം കഴുകി ഞാൻ അപ്ലൈ ചെയ്യാം. ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ. ഇത് അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ആക്ച്വലി. ബാക്കി എൻ്റെ അടുത്ത് ഇത്രയും ഉണ്ട്. അപ്പൊ നമ്മൾ പതിവ് പോലെ ബാക്കി വരുമ്പോ എന്താ ചെയ്യാ? തൊട്ടപ്പുറത്തുള്ള ആൾക്ക് തേച്ചു കൊടുക്കാം. വായോ വായോ. എടാ, എല്ലാവർക്കും ലൈവ് റിസൾട്ട് കിട്ടും. നിങ്ങളൊന്നും പറയൂ. ഷാഹിദേ കമോൺ. ഷാഹിദ് ഫാൻസ് ഷാഹിദിനെ ചോദിക്കും കമോൺ. അങ്ങനെ ഷാഹിദ് എന്നെ കൈ ഒഴിഞ്ഞിരിക്കുകയാണ്. ഷാഹിദ് വരുന്നില്ല. അപ്പൊ ഈ ഉരുളക്കിഴങ്ങിന്റെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു ഈ ഒരു എന്താ പറയാ പശ പോലെ ആവുന്നത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ആവുമെന്ന് എനിക്കറിയില്ല. സെറ്റ്. സോ ഇത് നമ്മൾ ഇതിനൊരു 15 മിനിറ്റ് മുഖത്ത് വെക്കാനാണ് അവർ പറയണത്. 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ എൻ്റെ മുഖം എന്താവുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തുമ്പിടിയില്ല. ബട്ട് എന്തായാലും നമ്മളൊരു രീതിയിൽ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ചെയ്തു നോക്കാം. ഷാഹിദേ,
ഇതൊന്ന് ഓഫ് ചെയ്യാമോ? അപ്പൊ അങ്ങോട്ട് അപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞു കാണാം. ദൂരെ നല്ലോണം ടൈറ്റായി. നമ്മള് പശ തേച്ച പോലെ ഉണ്ട് മുഖമൊക്കെ. മിക്കവാറും ഞാനിവിടെ വോയിസ് ഓവർ ആയിരിക്കും ഇടുക. കാരണം എന്നെ കണ്ണി കൂടെ നമ്മളിത് ഇട്ടിട്ട് 15 മിനിറ്റ് ആയി. നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ ഇതൊന്നും തോന്നുന്നില്ലായിരിക്കും. എനിക്ക് നല്ല ബുദ്ധിമുട്ട്, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ നമുക്കിത് വാഷ് ഓഫ് ചെയ്യാറായി. ഞാൻ പോയിട്ട് കഴുകിയിട്ട് വരും. ഐ കാൺട്ട് വെയിറ്റ് ടു വാഷ് ഇറ്റ് ഓഫ്. സോ നമ്മൾ കഴുകുന്നതിന് മുന്നേ ഇതൊരു 5 മിനിറ്റ് മസാജ്, നമ്മൾ മസാജ് ചെയ്യണം കുറച്ച് നേരം ഇങ്ങനെ. ഞാനിപ്പോൾ 5 മിനിറ്റ് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്പൊ? എന്തെങ്കിലും മാറ്റമുണ്ടോ? ചെറിയൊരു ബ്രൈറ്റ്നസ് തോന്നുന്നില്ലേ? ആക്ച്വലി എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായ എന്താ പറയുക, 2 ഷെയ്ഡ് മാറുക അങ്ങനെയൊന്നുമില്ല, പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. പിന്നെ ആസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, പാലൊക്കെ നമ്മളെ മുഖത്ത് തേക്കുമ്പോൾ മുഖത്തിനൊരു ഒരു സോഫ്റ്റ്നെസ് വരും, അതും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ കണ്ടിട്ട് പറ സക്സസ്ഫുൾ ആയോ ഇല്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ഏതൊരു പാക്കും എന്തൊരു സാധനമാണെങ്കിലും ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് ഭയങ്കരമായ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അഥവാ മാറിയാൽ തന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഗ്ലോ വരികയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കണം. പിന്നെ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞത് പ്രകാരം ഇത് നമുക്കൊരു ആഴ്ചയ്ക്ക് 1 പ്രാവശ്യം അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഇത് എൻ്റെ സ്കിന്നിന് ആക്ച്വലി നല്ല സൂട്ടബിൾ ആണ്. എനിക്ക് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് ഉള്ളത്. അപ്പം ഞാൻ ചെറിയ രീതിയിലൊരു ഷിൻഡറി ഏടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ച്വലി എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നിർത്തരുത്. മിനിമം ഒരു 4-5 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് അനലൈസ് ചെയ്യാം നമുക്ക് ബിഫോർ ആഫ്റ്റർ ലുക്കൊക്കെ. അടാ ഞാൻ തമിഴ്നാട്ടിൽ ഫോട്ടോ എടുത്തില്ല. എനിവേ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ അടുത്തത് വേറൊരു വെറൈറ്റി സാധനം എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അപ്പം കാണിച്ചു തരാം. കാരണം ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് വേറെ വല്ല വീഡിയോ അയച്ചു കൊടുത്തു പറഞ്ഞാൽ എൻ്റെ വ്യൂ പോകും. അതുകൊണ്ട് അടുത്ത വീഡിയോ ഞാൻ അപ്പം കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പാക്കോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ ചെയ്യും. അത് പറഞ്ഞിട്ടാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സൺസ്ക്രീനിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ഇൻഡെപ്ത് ആയിട്ട് സൺസ്ക്രീനിൻ്റെ യൂസോ അല്ലെങ്കിൽ സ്കിൻ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അതിനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സജഷൻസോ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ റിപ്ലൈ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഇഫ് യു ഹാവ് നോട്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ യെറ്റ് ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.